മീനച്ചിലാറിന്റെ വീതിയും ആഴവും വർദ്ധിച്ചപ്പോൾ ആറിന്റെ ഇരുകരകളിലുമുള്ളവർ ഈ തവണ പ്രളയത്തിന്റെ ദുരിതം കാര്യമായി അറിഞ്ഞില്ല. നദീ പുനഃസംയോജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തടസ്സമില്ലാതെ നീങ്ങാൻ മീനച്ചിലാറിന് വഴിയൊരുങ്ങിയത്. ഈ മാതൃക പ്രശംസനീയമാണെന്ന് സ്ഥലം സന്ദർശിച്ച ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. മണ്ണടിഞ്ഞ് മീനച്ചിലാറിന്റെ ഇരുകരകളും കരയായപ്പോൾ അവിടെ കയ്യേറ്റവും വ്യാപകമായി. മെലിഞ്ഞുടങ്ങിയപ്പോൾ ഒഴുക്കും തടസ്സപ്പെട്ടു. അന്നത്തെ ആ കാഴ്ച ഇങ്ങനെ. മീനച്ചിലാർ, മീനന്തലയാർ, കൊടൂരാർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായി പുഴയെ വീണ്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യേറ്റക്കാർ എതിർപ്പുമായി എത്തി. എതിർപ്പുകളെ അതിജീവിച്ചായിരുന്നു ജനകീയ കൂട്ടായ്മയുടെ പിന്നീടുള്ള പ്രവർത്തനം. അങ്ങനെ കരയായി രൂപപ്പെട്ടിടത്തെ മണ്ണ് നീക്കം ചെയ്തു. ഇവിടെ നിന്നും എടുത്ത മണ്ണ് റബ്ബർ പാർക്കിൻ്റെ നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തി. ഇരുകരയിലെയും മൺതിട്ട മാറിയപ്പോൾ മീനച്ചിലാർ പഴയ രൂപം വീണ്ടെടുത്തു. കാര്യമായ തടസ്സങ്ങളില്ലാതെ പുഴ ഒഴുകിയപ്പോൾ ഇക്കുറി മുൻവർഷങ്ങളെപ്പോലെ മീനച്ചിൽ താലൂക്കിലുള്ളവർ പ്രളയദുരിതം അറിഞ്ഞില്ല. പുഴയുടെ വീണ്ടെടുക്കൽ മാതൃകാപരമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാം ഏറ്റുമാനൂർ പഞ്ചായത്തായിരുന്നപ്പോഴുള്ള പ്രസിഡൻറ്റ് അവരൊക്കെ കണ്ടു. അവരെല്ലാവരും പറയണത് ഇത്തവണത്തെ മഴയിൽ ഇവിടെ വെള്ളപ്പൊക്കം ഇല്ലാതിരുന്നത് കാരണം നദി സുഗമമായി ഒഴുകിയതുകൊണ്ടാണ് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നോക്കൂ, മീനച്ചിലാറ് എത്ര സുഗമമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് നദിയായിരുന്നില്ല. അവിടെ ഇപ്പം നിങ്ങളുടെ ഈ കരയിൽ കാണാവുന്നത് പോലെ കൃഷിയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നു. മണൽത്തിട്ടകൾ 10,000 ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ആരുടെയെങ്കിലും വീട്ടിലേക്കൊന്നുമല്ല. കോട്ടയത്തെ റബ്ബർ പാർക്കിന് സൗകര്യമൊരുക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ സമഗ്രമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് 7 വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് നിലനിർത്തി. ഔപചാരികമായിട്ടുള്ള സംവിധാനമൊന്നും ഇല്ലാതെ തന്നെ പൂർണ്ണ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെ സംവിധാനം നിലനിർത്തി. ഇന്നിപ്പോൾ മേജർ ഇറിഗേഷനും അതുപോലെ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറിയും എല്ലാം സഹകരിക്കുന്നുണ്ട്. തികച്ചും ജനകീയമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നിൽക്കുന്നു. വിജയത്തിൻ്റെ 7ാം വർഷത്തിലേക്ക് കടക്കുക. പുഴകളുടെ സ്വാഭാവിക നീരൊഴുക്കിന് വഴിയൊരുക്കിയാൽ പ്രളയത്തെ ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ് മീനച്ചിലാർ, കൊടൂരാർ, മീനന്തലയാർ പുനർസംയോജന പദ്ധതി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.